ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയത് വലിയൊരു ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങളോട് ആ കടമ നിർവഹിച്ചു എന്നുള്ള പൂർണ്ണമായ സംതൃപ്തി നിങ്ങൾക്കുണ്ടാകണം. UDF ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ നോക്കണം. അടുത്ത 5 വർഷക്കാലത്തേക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി നമ്മൾ ജനങ്ങളോടുള്ള ആ പൂർണ്ണമായ ബാധ്യത നിറവേറ്റണം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് പ്രിയങ്കരിയായ എഴുത്തുകാരി ശ്രീമതി ലീലാവതി ടീച്ചർക്ക് ഒരു പുരസ്കാരം, പ്രിയദർശിനി പുരസ്കാരം നൽകിക്കൊണ്ട് പ്രിയങ്കരനായ രാഹുൽജി ഒരു വാക്കു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വാചകം കൾച്ചറൽ സൈലൻസ് എന്നാണ്. സാംസ്കാരികമായി ചെയ്യുന്ന നിശബ്ദത. അതായത് ഫാസിസത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി നാം പോരാടുമ്പോൾ നമ്മൾ കാണിക്കുന്ന നിശബ്ദത ഭീരുത്വത്തിന് തുല്യമാണ് എന്നാണ് രാഹുൽജി പറഞ്ഞത്. ഭീരുത്വത്തിന് തുല്യമാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹം വർഗീയതയ്ക്കെതിരായി, ഫാസിസത്തിനെതിരായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, കേരളത്തിലെ കോൺഗ്രസുകാർ നിശബ്ദത പാലിക്കുന്ന ഭീരുക്കളായി ഈ ഫാസിസ്റ്റുകൾക്കും വർഗീയവാദികൾക്കും മുന്നിൽ നിൽക്കില്ല എന്ന വാക്കാണ് എനിക്ക് നൽകാനുള്ളത്. നമ്മൾ കോൺഗ്രസ് ആണ്. നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകമാണ്. അത് കാത്തു സൂക്ഷിക്കാൻ ഓരോ കോൺഗ്രസുകാരും ബാധ്യതപ്പെട്ടവരാണ്. ഈ നാടിനെ ഛിന്ന ഭിന്നമാക്കാൻ, ഈ നാടിനെ കുത്തിക്കീറാൻ ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഇന്ന് പറഞ്ഞു, ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ നിൽക്കുന്ന ഈ കേരളത്തിൽ വർഗീയവാദികൾ അതിൽ കാത്തിരിക്കുമ്പോൾ അവർക്ക് തീപ്പന്തമെറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ പറയുന്നു, പിണറായി വിജയനും VD സതീശനും ഒക്കെ ഇല്ലാതാവും, കുറച്ചു കഴിയുമ്പോൾ ഓർമ്മയാകും. പക്ഷെ ഈ കേരളമുണ്ടാകും. കേരളം, നമ്മുടെ വരാനിരിക്കുന്ന തലമുറകളോട് നമ്മൾ ഈ അനീതി കാണിക്കരുത്. കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കരുത്. അതാണ് നമ്മുടെ അഭ്യർത്ഥന. അതിനുവേണ്ടി എന്ത് വില കൊടുത്തും നമ്മൾ പോരാടുക തന്നെ ചെയ്യും. ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹായുദ്ധമാണ്. ആ യുദ്ധത്തിൽ വീറുറ്റ പോരാളികളെ പോലെ പൊരുതി 2001-നേക്കാൾ തിളക്കമാർന്ന വിജയം നേടിയെടുക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളാകണം ടീം UDF-ന്റെ മുഖവും ശബ്ദവും നിങ്ങളാകണം. എല്ലാ വാർഡുകളിലും ആ ടീം UDF-ന്റെ ശബ്ദമെത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ ചരിത്രത്തിലെ മഹാഭൂരിപക്ഷം നേടി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കേരള ജനത ടീം UDF-ന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് വേദിയൊരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പോരാടണം എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും.